ഒരാളുടെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ വേറെയും കുറച്ചധികം കടമ്പകളുണ്ട്. എന്നാലും ഇതിനു മുന്നേയുള്ള സീസൺസിലടക്കം ജയിച്ച മത്സരാർത്ഥികളായിക്കോട്ടെ, അല്ലെങ്കിൽ ജയിക്കുന്നതിന് മുന്നേ തന്നെ വിക്റ്റായി പുറത്തു വന്നവരായിക്കോട്ടെ, ഇവരെല്ലാവരെയും ഇന്റർവ്യൂസിനും അതുപോലെ തന്നെ ചില സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ ഈ പറയുന്ന ബിഗ് ബോസ് ഷോയുടെ ഓഡിഷൻസ് അടക്കം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നാലും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഇപ്പോഴും ഒരു അവസരം കിട്ടാതിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഇന്റർവ്യൂസിലൊക്കെ ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഷോ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് സൈക്കോളജീസിന്റെ ബേസിലും എല്ലാമാണ് ഈ ഒരു വീഡിയോ എന്നാലും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബിഗ് ബോസ് മത്സരാർത്ഥി ആവണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ട് നടക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, ഒരാളുടെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കുള്ളൊരു അവസരം കുറച്ച് കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ ഒരു ഐ ടു ഐ കോൺടാക്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ എന്നുള്ളത് ഞാൻ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് അവിടെ ഒരു 72 മുതൽ 75 ക്യാമറാസ് വരെ ഏകദേശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയം ഒരാളുടെ കണ്ണിൽ നോക്കി നിങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് പല സൈഡിലേക്ക് നോക്കുന്ന സമയം ഈ പറയുന്ന പല ക്യാമറാസിലൂടെ കാണുന്ന ഓഡിയൻസ്, അതായത് ഓഡിയൻസ് കാണുന്ന ഈ പറയുന്ന ക്യാമറയുടെ കണ്ണുകളിലൂടെയാണല്ലോ. അപ്പൊ എന്നാലും ആ സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു ടെൻഷനായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ വളരെയധികം നെർവസ് ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഒരിക്കലും ആദ്യത്തെ ഒരു എപ്പിസോഡിലോ കാര്യങ്ങളൊന്നും അല്ല, ഈ പറയുന്ന ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ടല്ലോ, അതായത് ഒരുപാട് ദിവസങ്ങളിലേക്കാണല്ലോ എന്നാലും നിങ്ങൾ എന്തായാലും മത്സരിക്കാൻ വേണ്ടി അവിടെ പോകുന്നത്. സോ അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുന്ന കാണുന്ന സമയം ഒറിജിനാലിറ്റി അവിടെ എന്തായാലും ഒരു മിസ് ആവാനുള്ള ഒരു സാധ്യത കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം റിയൽ ആയിട്ടുള്ള റോ ആയിട്ടുള്ള കുറച്ച് ഫുട്ടേജസ് പോലത്തെ രീതിയിൽ തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഷോയിലൂടെ എന്തായാലും പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ കാണുന്ന ഓഡിയൻസിനും ഇമോഷണലി കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര നെർവസ് ആയിരിക്കുന്ന പോലത്തെ രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും നിങ്ങൾ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ ആണോ, അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറാസ് കണ്ടിട്ട് നിങ്ങൾ ടെൻസ്ഡ് ആണോ എന്നുള്ള രീതിയിലൊരു ചിന്ത ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് വരും. സോ അപ്പൊ ഈ ഒരു ഫ്ലോ, ഈ ഓഡിയൻസും ഈ ബിഗ് ബോസ് ഷോയുമായിട്ടുള്ള ഒരു ഫ്ലോ കുറച്ച് മിസ് ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തന്നെ അവരുടെ ഷോ നിലത്തോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം അവരായിട്ട് എന്തായാലും ഉണ്ടാക്കില്ല. ഒരു ഒന്നാമത്തെ ഒരു പോയിന്റിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് രണ്ടാമത്തെ ഒരു പോയിന്റായുള്ള ക്യാമറ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഈ ക്യാമറക്ക് മുന്നിൽ നിന്ന് അങ്ങനെ അധികം സംസാരിച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ക്യാമറനെ ഫേസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര അധികം ക്യാമറാസിന് മുമ്പിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ഇത്തരത്തിൽ സംസാരിച്ചാൽ ഇത് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിൽ ഒരു കാണുന്ന ഓഡിയൻസ് പോലും എത്തരത്തിലായിരിക്കും ചിന്തിക്കുക എന്നുള്ള ഇതിലൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടാനും ആ ഒരു ടെൻഷൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു പോയിന്റിനൊപ്പം തന്നെ ബ്ലെൻഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അപ്പൊ നിങ്ങൾ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്തരത്തിൽ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫിയർ മാറ്റിയെടുക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമം നിങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യമേ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഓഡീഷന്റെ സമയത്ത് പോലും നിങ്ങൾ പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം നമുക്കറിയാം, ഈ ഓഡീഷൻ സമയത്ത് പോലും ആദ്യത്തെ ഓഡീഷനെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ സീരിയസ് ഫണ്ണിയായിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെയൊക്കെ അവിടെ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂ നടത്തുന്നത്. സോ അപ്പൊ ആ സമയത്ത് പോലും നിങ്ങളത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ക്യാമറ അവിടെ നിൽക്കുന്ന സമയം നിങ്ങൾ ഫണ്ണിയായിട്ടൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും തിരഞ്ഞെടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ഓഡീഷൻസിന്റെ ഒക്കെ അവസാന സമയങ്ങളാകുമ്പോഴത്തേക്കും ഒരു സീരിയസ് ഫണ്ണി എന്നുള്ള രീതിയിലുള്ള ഒരു എപ്പിസോഡ് പോലും, ഒരു ഓഡീഷൻസ് പോലും എന്തായാലും നടക്കാറുണ്ട്. സോ അപ്പൊ നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള നിലപാടുകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫൺ സൈഡ്, നിങ്ങൾ എത്രത്തോളം ഒരു ഫണ്ണി ആയിട്ട് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു സാധ്യതയ്ക്ക് എന്താണെന്ന് നോക്കിയിട്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾ ഏത് സൈഡ് പുറത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ഓഡിയൻസിന് നിങ്ങളെ കണക്ട് ആവുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാനുള്ള അതിനുവേണ്ടിയുള്ളൊരു ഭാഗം കൂടിയാണ് ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂസ്. സോ അപ്പൊ ഈ ഒരു ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയം നിങ്ങൾ വളരെയധികം സിമ്പിൾ ആയിട്ട് വളരെയധികം നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഈ പറയുന്ന ഒരു ക്യാമറ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റുക, ഈ പറയുന്ന ക്യാമറയെ കാണുമ്പോൾ ഒരു ഭയം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരിക്കലും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് തുടങ്ങി കേട്ട് തുടങ്ങുന്ന സിനിമാ നടനാകുക, സിനിമാ നടിയാകുക, അല്ലെങ്കിൽ സീരിയൽ നടനാകുക, അതൊന്നും അല്ല. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ ഈ ഒരു നല്ല രീതിയിലൊരു ഫോളോവേഴ്സും നല്ല രീതിയിലൊരു റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ അപ്പൊ ഈ ഒരു കാര്യത്തിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഈ ഒരു സീസണിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ പറയുന്ന ഷാനവാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരുപാട് ആൾക്കാർ, അനുമോൾ ആയിക്കോട്ടെ, രേണുസുതി ആയിക്കോട്ടെ, ഇവരെല്ലാവരും സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തന്നെയാണ്. അതായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, വലിയ രീതിയിൽ ഫെയിം അല്ലാത്ത ആൾക്കാരെ ഉള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തമിഴിൽ നടക്കുന്ന ബിഗ് ബോസിൽ നടക്കുന്ന നമുക്കറിയാം, അലിൻ ജോസ് പെരേരനൊക്കെ പോലത്തെ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റാറ്റസ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്തുള്ള വാട്ടർ മെലോൺ
സ്റ്റാർ ദിവാകർ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ പോലും ബിഗ് ബോസിലടക്കം എന്തായാലും ഈ സീസണിൽ എന്തായാലും മത്സരിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അലിൻ ജോസ് പെരേര മലയാളം ഓഡിഷൻ സീസൺ 7 ബിഗ് ബോസിനകത്ത് ഓഡിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത റോളാണ്. സോ അലിൻ ജോസിന് എന്തുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് ഹൗസ് കൊടുത്തില്ല? അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു റീച്ച് പുറത്തുള്ളതല്ലേ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അലിൻ ജോസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെയധികം ആക്റ്റീവ്, എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം കുറച്ചധികം ഒരു ടെൻഷൻ അദ്ദേഹത്തിന് മുഖത്ത് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് പോയിട്ട് അലിൻ ജോസ് എന്നാൽ പല പരിപാടികളും അറ്റൻഡ് ചെയ്യാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ടെൻഷൻ ആളുടെ ഒരു മുഖത്ത് കാണാൻ പറ്റാറുണ്ട്. സോ അതെന്തായാലും പോകെ മാറുമായിരിക്കും. ഒരു പക്ഷെ അടുത്ത സീസൺ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ആക്റ്റീവായിട്ട് വളരെയധികം ഒരു സാധ്യതയോടുകൂടി ചിലപ്പോൾ സീസൺ 8 ബിഗ് ബോസിനകത്ത് ചിലപ്പോൾ അലിൻ ജോസ് ചിലപ്പോൾ വന്നേക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് കുറച്ചധികം ടെൻഷൻ ഉണ്ടാവാറുള്ള ഒരാൾ തന്നെയാണ് അലിൻ ജോസ് പെരേര എന്ന് തന്നെയാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു റിലീജിയനോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയൊന്നും മറ്റുള്ള ഒരാളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജീസുമായിട്ടും ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ഓഡിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക. അതായത് നമുക്കറിയാം പല രീതിയിലുള്ള ഒരു ഐഡിയാസ് വേണം. നിങ്ങൾ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ നിങ്ങളുടെ ഒരു വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജി പിടിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു റിലീജിയൻ പിടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിടിക്കുകയോ പിടിച്ചിട്ട് ഈ ഒരു കാര്യം മറ്റുള്ളവരുടെ തലയിലേക്ക് എന്തായാലും വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും പറയാതിരിക്കുക. ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയൻ എന്നും ബേസ് ചെയ്തിട്ടുള്ള ഒരു സംസാരമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അതൊന്നും അവരുടെ സൈഡിൽ നിന്നൊന്നും പുറത്തു വിടാറില്ല. സോ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ്, നിലപാടുകളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്ന ഏതെങ്കിലും സ്ട്രാറ്റജീസിൽ നിങ്ങളൊരു അഗ്രഗണ്യനാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നിങ്ങളുടെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഈ ഹൗസിൽ കയറി കഴിഞ്ഞാൽ ഏതൊരു ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണം. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഷാനവാസ് എന്ന് വെച്ചാൽ നല്ല രീതിയിലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതൊരു നല്ലൊരു സപ്പോർട്ടാക്കി മാറ്റുക എന്നുള്ള രീതിയിലൊരു കാര്യം എന്നാലും ഈ പറഞ്ഞ ഷാനവാസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. സോ അത് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം പ്ലാൻ ആണ്. നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. എനിമീസ് പോലും അദ്ദേഹത്തിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുള്ളതാണ്. നെബിൻ അടക്കം ഇത്തരത്തിൽ ഷാനവാസുമായിട്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിട്ടും അത് നല്ല രീതിയിലൊരു സംസാരിച്ച് നെബിനെ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഷാനവാസ് എന്നാലും എത്തിച്ചിട്ടുണ്ട്. അക്ബർ ആയിക്കോട്ടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ കാണുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് കളിയാണ് അദ്ദേഹം എന്തായാലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കുന്നതിന് റീസൺ ആവുക എന്നുള്ള രീതിയിലൊരു സ്ട്രാറ്റജിയാണ് അക്ബർ എന്തായാലും പിടിച്ചിരിക്കുന്നത്. സോ അത് നല്ല രീതിയിൽ ആൾക്ക് വർക്ക്ഔട്ട് ആയി ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തുടക്കം മുതലേ ആൾക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു ആളുമായിട്ട്, അതായത് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ ആളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു വിജയം തന്നെയാണ്. അത്തരത്തിലൊരു ഗെയിം പ്ലാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിക്ക് ബിഗ് ബോസ് ഹൗസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു വലിയൊരു സാധ്യത തന്നെ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടൊന്നുമല്ല. ബിഗ് ബോസ് ഹൗസ് ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത് ലാലേട്ടൻ അടക്കം, അതായത് ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോയുടെ മലയാളത്തിന്റെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ലാലേട്ടൻ അടക്കം വന്ന് പറഞ്ഞൊരു കാര്യമാണ് അവരെന്തായാലും ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നുള്ളൊരു കാര്യം പോലും. സോ അപ്പൊ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമലാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരെങ്കിൽ നമ്മളൊരു ഏലിയനെ പോലെ കാണേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലൊരു ചിന്താഗതി പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലത്തെ രീതിയിലുള്ള ഷോസിനൊക്കെ നല്ല രീതിയിൽ തന്നെ സാധിക്കും തന്നെയാണ് പേഴ്സണലി ഞാൻ എന്തായാലും വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാത്രം കാര്യമില്ല, ഒരിക്കലും നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ഈ ഷോ എന്തായാലും കാരണമാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനും നല്ല രീതിയിൽ തന്നെ ഇവരെയൊക്കെ ഡൊമിനേറ്റ് ചെയ്ത് മുന്നേറ്റ് വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വലിയൊരു സാധ്യത തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ട്. കാര്യം നിങ്ങൾ ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയുടെ ഭാഗവുമാണ്. നിങ്ങൾ അങ്ങനെ അധികം സംസാരിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല, വളരെയധികം സൈലന്റ് ആയിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ള ആൾക്കാർ മുമ്പിൽ വളരെയധികം ചെറുതാകുകയും വാടുകൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും എല്ലാം താഴോട്ട് പോകുന്ന സമയം ഒരുപക്ഷെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ചിന്താഗതി പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് അടക്കം പോകാനൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ താഴോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയെ താഴോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ആൾക്കാർ ഒരിക്കലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നല്ല രീതിയിലൊരു നിലപാടുണ്ടാവുക, നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി കോമഡി പറയുക, കൗണ്ടർ പറയുക എന്നൊക്കെ പറയുന്നതിന് വലിയ രീതിയിലൊരു സാധ്യത തന്നെ ഈ ഷോയിൽ എന്തായാലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു
ഫൺ മേക്ക് ചെയ്യാനുള്ള നല്ല രീതിയിലൊരു കോമഡിയൊക്കെ പറയാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സാധ്യത ഈ പറയുന്ന ഷോയിലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ഡബിൾ മീനിങ് കോമഡികൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിന് വലിയ രീതിയിലൊരു സാധ്യത ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അപ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇന്റർവ്യൂ സമയത്ത് നല്ലൊരു ഇംപ്രഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ രീതിയിലുള്ള ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാവുന്നതാണ്.